Good afternoon. Good afternoon. Okay, we can start. ആരാ പ്രേരണ റെഡി ആയിട്ടുള്ളത്? Good afternoon, ma'am. Lord, as we begin this day, bless our class and all within it. Help us to learn, grow, and be kind to one another. Lord, create a classroom where we can learn, be respectful, and support each other. God, we thank you for this day and all the blessing we have received. May we be kind, compassionate, and remember to help others. Thank you. Okay, what's next? Thoughts, ma'am. Mom, Good afternoon, everyone. Is respected and good morning, everyone. Respected Shama and all my dear friends, I heartily welcome all of you to this new session. This day is very special for all of us as it is a new beginning with the new hopes, goals, and the new challenges. Thank you, ma'am. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് മാത്രമായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിവേ, താങ്ക് യു. ഓക്കെ, ഫൈൻ. എനിത്തിങ് എൽസ്? Good afternoon, everyone. The future belongs to those who believe in the beauty of their dreams. സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളതാണ് ഭാവി. താങ്ക് യു. ഓക്കെ, എനിക്ക് ആ പോർഷൻസ് എവിടം വരെയായി ഒന്ന് പറയാമോ? നിങ്ങളുടെ പാർട്ട് 1 എന്റെ മാത്രമല്ല ബാക്കി ടീച്ചേഴ്സും എവിടം വരെയായി കംപ്ലീറ്റ് ആയോ ചോദിക്കാൻ വേണ്ടിട്ട്. പാർട്ട് 1 8 യൂണിറ്റും ഫിനിഷായി. പാർട്ട് 2-ലാണെങ്കിൽ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 അപർണ മാം എടുക്കുന്നു. യൂണിറ്റ് 5-ഉം യൂണിറ്റ് 9-ഉം അശ്വതി മാം എടുത്തു. ഓക്കെ, സോ ഞാൻ എവിടെയാ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ചാപ്റ്റർ ആയിരുന്നു ലാസ്റ്റ്, പക്ഷെ അത് ഫുൾ ഫിനിഷ് ആയി. ഓക്കെ, 2 സെക്കൻഡ്സ് തന്നെ ഓഫീസിൽ വിളിക്കേണ്ടതാണ്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കംപ്ലീറ്റ് ചെയ്തു. PFA എടുത്തിരുന്നോ? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അളക എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല. വീഡിയോ ഓൺ ആയിരുന്നു. എടുത്തു. കംപ്ലീറ്റ് ചെയ്തോ? നിങ്ങൾക്ക് PFAയുടെ PDF 7 പോയിന്റ്സ് പറഞ്ഞു. ഇല്ല, PDF കിട്ടിയിട്ടില്ല. ഇപ്പൊ തന്നെ തരാൻ പറയാട്ടോ. G12 അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പില്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ PFA പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 7 തീംസ് അല്ലെ? എന്തൊക്കെയായിരുന്നു 7 തീംസ്? ഓർമ്മയുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ തന്നെ PDF വരും. ഓർമ്മയുണ്ടോ? പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്, ഇതൊക്കെയാണ്. പറഞ്ഞു. എക്സസ് നീഡ്സ് ആൻഡ് കൺസേൺസ്, ഹെൽപ്പ് ദം വിത്ത് ബേസിക് നീഡ്, അതൊക്കെ എഴുതിയേക്കുന്നു ഞാൻ. ലിസൺ, ഡോണ്ട് പ്രഷർ ടു ടോക്ക്, ഹെൽപ്പ് ദം, കാം ദം.
PFAയുടെ Connect them to information, services, and social support. Protect people from further harms. 7 points. യെസ്, PFAയുടെ ഒരു 7 തീംസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് ആണ് വേണ്ടത്. പലപ്പോഴും ആളുകൾക്ക് അത് കിട്ടാതെ വരുന്നു. ചില നമ്മള് പലപ്പോഴും തിയറിറ്റിക്കലായിട്ട് നമ്മുടെ ആക്ഷൻസ് പോകും, അതാണ് പറ്റുന്നത്. പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്, അതായത് ഹെൽപ്പ് ചെയ്യുമ്പോൾ അയാൾക്കത് യൂസ്ഫുൾ ആണ്, നീഡ്ഫുൾ ആണെന്ന് ഉറപ്പാക്കിയിട്ട്, അത് ചുമ്മാ എന്തെങ്കിലും ചെയ്ത് ഹെൽപ്പാന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുക, അതാണ് രണ്ടാമത്തേത്. എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക, എന്താണ് അവർക്ക് ആദ്യം വേണ്ടത്, ആ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക, ഏതാണ് ആദ്യം, എങ്ങനെയുള്ള രീതിയിൽ അതിനെ അസസ് ചെയ്യുക. പിന്നെ ബേസിക് നീഡ്സ്, മൂന്നാമത് വരുന്നത് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക. എക്സാമ്പിൾ ഫുഡ്, വാട്ടർ, ഇൻഫർമേഷൻ, അതായത് അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. ഇപ്പൊ വീട് നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഇനി എങ്ങനെ അവരുടെ റീഹാബിറ്റേറ്റ്, അതെങ്ങനെ അവർക്ക് പോസിബിൾ ആകും, അവരെ പുനരധിവസിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പൊ ചിലതൊക്കെ അതിന്റെ കൺസേൺ ഒഫീഷ്യൽസ് വഴിയാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നാലാമത്തത് വളരെ ഇമ്പോർട്ടന്റ്, ലിസൺ, കേൾക്കുക, നമ്മുടെ ഹൃദയം കൊണ്ട് അവരെ കേൾക്കുക, പക്ഷെ അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്. നെക്സ്റ്റ്, കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം, അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവർക്ക് കാം ആയിട്ട് ഫീൽ വരിക. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാവും ആ PDF. പിന്നെ ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക, കുറച്ചും പറഞ്ഞ കാര്യങ്ങൾ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. നമുക്കൊരു വ്യക്തിക്ക് എല്ലാ ഏരിയയിലും ഉള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അവർക്ക് ഫിനാൻഷ്യലി ചില കാര്യങ്ങൾ വേണ്ടി വരും. ഇപ്പൊ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ഫിനാൻഷ്യലി, ഇപ്പൊ വീട് നഷ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഫ്ലഡില് വീട് എല്ലാം നഷ്ടപ്പെട്ടവർക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ള ഒഫീഷ്യൽസുമായിട്ട്, ലൈസൻസ് ഓഫീസേഴ്സ് ഉണ്ടാവും എല്ലാ ഏരിയയിലും, അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്തെല്ലാം സർവീസും സപ്പോർട്ടും ആണ് ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അത് ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോളോ അപ്പ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ അവർ വേദനയിലേക്ക് പോകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കുറെ അധികം നിങ്ങൾക്ക് ആ PDF-ലുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് വായിക്കാം, അത് മുഴുവൻ ഇരുന്ന് വായിക്കാം. ഇനി സംടൈംസ് ലോങ് ടേം റിക്കവറി ആവശ്യമായിട്ട് വരും ചില ആളുകൾക്ക്. അതുപോലെ അവർ സ്ട്രെസ്സിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും, മെഡിസിൻസ് എടുക്കേണ്ടി വരും, അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് വരും, അല്ലെ? അപ്പൊ ചിലപ്പോ അത് കുറെ നാളത്തെ ഒരു പ്രോസസ്, ആ ഒരു ലോങ് ടേം റിക്കവറി അതിന് ഹെൽപ്പ് ചെയ്യുന്ന. ഇപ്പൊ ചിലപ്പോ നമ്മളിപ്പോ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴേക്കും അവര് ഓക്കെ ആയെന്ന് തോന്നും, ബട്ട് അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് വീണ്ടും അവർ ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ലോങ് ടേമിലേക്ക് ആ ഒരു റിക്കവറി, അതിനുള്ള അവരുടെ ലൈഫ് അവര് അതിൽ നിന്നെല്ലാം വെന്റിലേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് അവർ പ്രാപ്തരാകണം. ഇനി എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു എന്താ പറയാ ആഗ്രഹം അവരുടെ മനസ്സിൽ തോന്നണം, ഒരു ലക്ഷ്യം തോന്നണം. ആ ഒരു രീതിയിൽ ലോങ് ടേം റിക്കവറിയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അവരെ എപ്പോഴും സേഫ് ആൻഡ് കാം ആയിട്ട് വെക്കുക. അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, കണക്ട് ടു അതേഴ്സ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് അവർ ഏബിൾ ആക്കുക. ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്. ചിലർക്ക് ഒരു ഫീലിംഗ് വരുമല്ലോ, ഗുഡ് ഫോർ നത്തിങ് ആണ് ഞാൻ, എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, അങ്ങനെയൊക്കെ ഫീലുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവരെ ബോധവാന്മാരാക്കുക. അവർക്കും ചില പൊട്ടൻഷ്യൽസ് ഉണ്ട്. സോ ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ ഏബിൾ ആക്കുക. അസസ് ടു സപ്പോർട്ട്, സപ്പോർട്ടിലേക്ക് അവരെ കണക്ട് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികൾ ഇങ്ങനെ റണ്ണിങ് റൈസ് ഒക്കെ നടത്തുന്ന സമയത്ത്, കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും അവര് ഓടുമ്പോ ചിലപ്പോ വീഴും, പകുതിക്ക് വെച്ച് വീഴൂലേ? അപ്പൊ ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നേ? ഫ്രണ്ടിലെത്തുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വീണ് കിടക്കുന്ന കുട്ടിയെ ഭയങ്കരമായിട്ട് ചിറപ്പ് ചെയ്യും, അല്ലെ? അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര ഒരു എനർജി കിട്ടുവാണ്, അത് വീണ്ടും ഓടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെയാണ് നമ്മളൊരു PFAയില് ലോങ് ടേം റിക്കവറിക്ക് വേണ്ടിയിട്ട് ആളുകളെ നമ്മൾ
ശരിയാക്കി എടുക്കേണ്ടത്. ഓക്കെ. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ആളുകൾക്കാണ് PFA കൊടുക്കേണ്ടത്? സ്പെഷ്യൽ അറ്റൻഷൻ വേണം. സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടേണ്ട ചില ആളുകൾ ഉണ്ടല്ലേ. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് ലൈഫ് ത്രെട്ടനിങ് ഡിസീസസ് ഒക്കെ വരും, ഇഞ്ചുറി, അതുപോലെ തന്നെ ഡിസീസ്, ചിലപ്പോൾ എമർജൻസി മെഡിക്കൽ കെയർ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർക്ക് PFA ആവശ്യം വരും. ചിലപ്പോൾ കാണാൻ നല്ല സ്മാർട്ട് ആയിട്ടിരുന്ന ഒരാളായിരിക്കും, ഒരു ആക്സിഡന്റിൽ ഫേസിൽ ഭയങ്കര ഡീഫോർമേഷൻ സംഭവിക്കുന്നു. അപ്പൊ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എമർജൻസി മെഡിക്കൽ കെയർ വേണ്ടി വരുന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടൊന്നും ശരിയായ ഒരു രൂപത്തിലേക്ക് തിരിച്ചു വരാത്തൊരവസ്ഥ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആള് ഡൗൺ ആയിപ്പോകും. അങ്ങനത്തെ കേസസ്, അങ്ങനെ പല പല കേസസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ പൊള്ളുന്നു, ആസിഡ് അറ്റാക്കില് മുഖം മുഴുവനും പൊള്ളി വല്ലാതാകുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ ആകുമ്പോഴേക്കും അത് അവരുടെ കോൺഫിഡൻസിനെ, ലുക്സ് എപ്പോഴും ആളുകളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെ പല സിറ്റുവേഷൻസോ, ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും, അങ്ങനെ ഏത് ഇതാണെങ്കിലും നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറി, അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ കെയർ, ഇതെല്ലാം വരുമ്പോൾ PFA പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ വളരെ അപ്സെറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചില സമയത്ത്. അവർക്ക് അവരെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആകുന്ന ആളുകൾ, അത് അവർ ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ഔട്ട് ആയി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് PFA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ അവരെ തന്നെ ഹാം ചെയ്യുന്നു, അതായത് സൂയിസൈഡ് ടെൻഡൻസി വരുന്ന, അവരെ സ്വയം ഹാം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവരെ PFA കൊടുക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, മറ്റാളുകളെ ഹാം ചെയ്യുന്ന ആ രീതിയിൽ മെന്റലി ഡിസോർഡർ ആയിട്ടുള്ളവരും ഉണ്ടാവാം. അവർക്കും PFA പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കുട്ടികളും കൗമാരക്കാരും, ചിൽഡ്രൻ ആൻഡ് അഡോളസെൻസ്, പ്രത്യേകിച്ചും അവരെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് ഫ്രം കെയർ ഗിവേഴ്സ്, ഒന്നുമില്ലെങ്കിൽ അവരുടെ പാരന്റ്സ്, അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും, അവരുടെ അടുത്ത ആളുകളിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ള കുട്ടികൾ, അഡോളസൻസ്, അവർക്കും PFA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചിലപ്പോൾ അവരെന്തെങ്കിലും അബ്യൂസ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നേരിട്ടിട്ടുണ്ടാകും പല രീതിയിൽ. അപ്പൊ അതിൽ നിന്നെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ. പിന്നെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, അങ്ങനെ വരുന്ന ആളുകളെ അതുപോലെ തന്നെ ഒരു സേഫ് പ്ലേസിലേക്ക് കൊണ്ടുപോയി അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. പലപ്പോഴും മെന്റലി ഡിസോർഡറും ഫിസിക്കൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് എല്ലാം വരുമ്പോൾ ഇവരെല്ലാം ഡൗൺ ആകും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മളൊരു സേഫ് പ്ലേസിലേക്ക് കൊണ്ടുപോയി പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അവരെ മറ്റുള്ളവർ അബ്യൂസ് ചെയ്യാതെ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ കെയറും മറ്റു സർവീസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ഇത് പ്രായമായ ആളുകൾ ഉണ്ടാകാം അല്ലെ. ഫിസിക്കൽ ഡിസബിലിറ്റി, ചില പ്രായമായ ആളുകൾക്ക് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും. പിന്നെ പ്രഗ്നന്റ് വുമൺ ഉണ്ടാവും. പിന്നെ സിവിയർ മെന്റൽ ഡിസോർഡർ, ഭയങ്കരമായിട്ട് മെന്റൽ ഡിസോർഡർ വന്ന ആരെങ്കിലും. പിന്നെ വിഷ്വൽ ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് വരുന്നവര്, അവർക്ക് PFA പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോഴേക്കും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ചിലപ്പോ ഒരു വാർ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണൽ റൈറ്റ്സ് അല്ലെ, ഈ ത്തിന്റെ പേരിലൊക്കെ ബഹളമൊക്കെ വരുമ്പോഴേ കുട്ടികളെയും സ്ത്രീകളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകം. അവരായിരിക്കും പെട്ടെന്ന് ഇതിന്റെയൊക്കെ ഒരു പ്രേ ആയി മാറുന്നത്, ഒരു വിക്ടിംസ്, ഇരയായി മാറുന്നത്. അവർ ഒന്നും ചെയ്യാതെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള റിയൽട്ടൊക്കെ വരുമ്പോഴേക്കും, പൊട്ടിപ്പുറപ്പെടുമ്പോഴേക്കും. അപ്പൊ അങ്ങനെ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലംസ് വരുന്ന വിക്ടിംസ്, അങ്ങനെയുള്ള ആളുകളെ, അവരെ ഇതുപോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മദേഴ്സ് വിത്ത് ബേബീസ് ആൻഡ് സ്മോൾ ചിൽഡ്രൻ, ചെറിയ ബേബി അതുപോലെ തന്നെ ചെറിയ കുട്ടികളുമുള്ള അമ്മമാര്. പിന്നെ പലതും നഷ്ടപ്പെട്ട ആളുകള്, ഹോം, ഫാമിലി, പറഞ്ഞല്ലോ ഫ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടങ്ങൾ, ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കായി പോകും, ബാക്കിയുള്ളവരൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ സിറ്റുവേഷനിൽ വരുന്ന ആളുകൾ. ഓക്കെ.
നെക്സ്റ്റ്, ഈ PFA ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലം ഉള്ള ആളുകളാണ്, ഇവർക്ക് PFA ആവശ്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഇവരെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് കേട്ടോ. അത് ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും, ഹെഡ് ഏക്സ് ആയിരിക്കും, ഷെയ്ക്കിങ്, ഹെഡ് ഏക്സ്, പിന്നെ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും, പിന്നെ വിശപ്പ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ വരും, പിന്നെ പെയിൻ ആയിരിക്കും, ദേഹത്ത് പലയിടങ്ങളിലും പെയിൻ ആയിരിക്കും, പിന്നെ ചിലരിങ്ങനെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ കരഞ്ഞോണ്ടേയിരിക്കും, എപ്പോഴും ഡിപ്രസ്ഡ് മൂഡായിരിക്കും, ഭയങ്കര മൂഡ് ഓഫ്, അങ്ങനെ ഗ്രീഫ്, എപ്പോഴും അവർക്ക് ദുഃഖം, ആ ഒരു ഭാവമായിരിക്കും. പിന്നെ ചിലർക്ക് ആങ്സൈറ്റി, ഫിയർ, പേടി, ടെൻഷൻ അങ്ങനെയൊക്കെ വരും. പിന്നെ എപ്പോഴും ഒരു എന്താണ്, പേടിയാണ്, എന്തോ മോശമായിട്ടുള്ള എന്തോ കാര്യം സംഭവിക്കാൻ പോവുകയാണ്, ആ ഒരു രീതിയിലൊക്കെ. പിന്നെ ഉറക്കക്കുറവും ദുസ്വപ്നങ്ങളും, അതിനും ചാൻസസ് ഉണ്ട്, അതും വരും. പിന്നെ ഇറിറ്റേഷൻ അല്ലെ, ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ, ദേഷ്യം അങ്ങനെയും കാണിക്കാം. പിന്നെ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ്, ഒരു കുറ്റബോധം, ഞാനും തെറ്റ് ചെയ്തു, ഞാൻ തെറ്റുകാരനാണെന്നത്തെ ഷെയിം, നാണക്കേട്. പലപ്പോഴും കാണാറില്ലേ, ആക്സിഡൻസിൽ ചിലപ്പോൾ ഡ്രൈവർ രക്ഷപ്പെടും, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരിക്കും. അപ്പൊ ആ ഒരു ഡ്രൈവറുടെ അവസ്ഥ, അയാൾ സർവൈവ് ചെയ്തു, പക്ഷെ അയാൾക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ്, ഒരു ഷെയിം അതുപോലെയായിരിക്കും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട്. പിന്നെ കൺഫ്യൂഷൻ, അങ്ങനെ രീതിയിൽ ഒരു സ്ഥലകാലബോധമില്ലാത്ത അവസ്ഥയിലൊക്കെ ആളുകൾ പോകില്ലേ, റിയൽ ഏതാ അൺറിയൽ ഏതാന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൊരു ഒരു മന്ദത അങ്ങനെ വരുന്ന, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ആളുകൾ ബ്ലാങ്ക് ആയി പോകുമെന്ന് നമ്മൾ പറയില്ലേ. പിന്നെ ഒരിടത്ത് തന്നെ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുക, ലൈറ്റ് ഇട്ടാൽ ഭയങ്കരമായിട്ട് അവര് ഡിസ്റ്റർബ്ഡ് ആവുക, ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഡിസ്റ്റർബ്ഡ് ആവുക, സംസാരിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെ. പിന്നെ ഡിസോറിയന്റേഷൻ, അതായത് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്ഥലകാലബോധം നഷ്ടപ്പെടുക, സ്വന്തം പേര് മറന്നു പോവുക, എവിടെയാണെന്നുള്ള മറന്നു പോവുക, അങ്ങനെയുള്ള എന്താ സംഭവിച്ചെന്ന് മറന്നു പോവുക, അങ്ങനെ ഇങ്ങനെ ഒന്നിനെ പറ്റിയും ഒരു കണക്ഷൻ ഇല്ലാതെ ആ അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാർ, അവരൊക്കെ PFA ആവശ്യമാണ്. പിന്നെ സ്വന്തം കാര്യം നോക്കാനും പറ്റുന്നില്ല, കുട്ടികളെ നോക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, കുളിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു കാര്യം തീരുമാനം എടുക്കാനും പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്നത്, അവർക്ക് PFA ആവശ്യമാണ്. ഓക്കെ, അപ്പൊ മിക്കവാറും നല്ല രീതിയിൽ സപ്പോർട്ട് PFAയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും തന്നെ റിക്കവർ ആകാറുണ്ട്. അത് നമ്മൾ ആ 7 തീംസ് അതെപ്പോഴും ശ്രദ്ധിക്കണം, അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ റിക്കവർ ആവാം. പിന്നെ കുറെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. പിന്നെ ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, PFA പ്രൊവൈഡ് ചെയ്യേണ്ടത് ചില സമയത്ത് ഒരു വോളണ്ടിയർ ഗ്രൂപ്പ്, അങ്ങനെ ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയിലുള്ള മെമ്പേഴ്സ് അവർക്ക് PFA പ്രൊവൈഡ് ചെയ്യാം. ഒരു കോർഡിനേറ്റഡ് മാനറിൽ വേണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനൊരു പ്രൈവസി വേണം, കോൺഫിഡൻഷ്യാലിറ്റി വേണം, അവർക്ക് ആ ഒരു ഫീൽഡ് കൊടുക്കണം. നിങ്ങൾ പറയുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമില്ല, നമ്മളോട് ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ഉറപ്പ് കൊടുക്കണം. ആ ഒരു പ്രൈവസി, അവർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രൈവസി പ്രൊവൈഡ് ചെയ്യണം. ഇതിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നെക്സ്റ്റ്. നമ്മൾ ഹോണസ്റ്റ്, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. നമ്മൾ അവരോട് കള്ളങ്ങൾ പറയരുത്. അവരെന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ശരിയായ മറുപടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. പിന്നെ നമ്മളിപ്പോ അങ്ങനെ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുവാണ്, ഒരിക്കലും ആ ഒരു സമയത്ത് അയാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, ദുരുപയോഗം ചെയ്യരുത്. പിന്നെ നമുക്ക് ഇപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും അല്ലെ, നമ്മളുടേതായ ഒബ്സർവേഷനും എല്ലാം കാണും. പക്ഷെ അതൊരിക്കലും ഒരു മുൻവിധിയോടുകൂടി അവരോട് പറയരുത്.
അവര് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ആ രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കരുത്. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്തതിന്റെ ഒരു ഫേവർ ആയിട്ട് കാശ് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുത്. അവരോട് മണി, ഇൻ റിട്ടേൺ മണി വേണം. കാരണം നമ്മളിതൊരു സർവീസ് പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്യാഷ് ഒന്നും വാങ്ങിക്കരുത്. പിന്നെ സംടൈംസ് ചില ആളുകൾ ഒട്ടും നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവില്ല. അവർക്ക് സഹായങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റഫായിട്ടും അവര് നമ്മളോട് സംസാരിക്കാം. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒട്ടും വറി ചെയ്യരുത്. നമ്മൾ വളരെ കാമായിട്ട് അവരോട് പറയുക, ഇപ്പോൾ ഹെൽപ്പ് വേണ്ടെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് അവരോട് പറഞ്ഞ് നമ്മളുടെ സഹായം, സപ്പോർട്ട് എപ്പാണെങ്കിലും അവൈലബിൾ ആയിരിക്കും ഒരു ഉറപ്പ് കൊടുക്കണം. പിന്നെ ഫോൾസ് പ്രോമിസസ് ഒന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസും കൊടുക്കരുത്. പിന്നെ നമുക്ക് ഭയങ്കര കഴിവുണ്ടെന്ന് എക്സാജറേറ്റ് ചെയ്ത് നമ്മളുടെ വലിപ്പം കൂട്ടി കാണിക്കരുത്, അല്ലെ? നമ്മള് അവരോട് ഇങ്ങനെ തെറ്റായിട്ടുള്ള പ്രോമിസസ്, ഞാൻ ഇതൊക്കെ ചെയ്തു തരാം, ശരിയാക്കി തരാം, അങ്ങനെയുള്ള രീതിയിലുള്ള ഫോൾസ് പ്രോമിസസ് ഒന്നും കൊടുക്കരുത്. പറ്റുന്ന കാര്യങ്ങൾ അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം, കണക്ട് ചെയ്യാം. പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് തുറന്ന് തന്നെ പറയും. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുക തന്നെ വേണം. പിന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് കൾച്ചർ ഒരു പക്ഷേ നമ്മളിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. ഏജും ഡിഫറെന്റ് ആയിരിക്കാം, ജെൻഡർ ഡിഫറെന്റ് ആയിരിക്കാം. ചിലപ്പോ സ്ത്രീ തന്നെയായിരിക്കാം, ചിലപ്പോ ഒരു പുരുഷനായിരിക്കാം, പിന്നെ അതർ ജെൻഡേഴ്സ് ഉണ്ടല്ലോ, അതായിരിക്കാം. ആരാണെങ്കിലും ആ പേഴ്സൺ എന്താണോ ആ രീതിയിൽ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് PFAയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത്. അവരെന്താണോ, കുട്ടിയാണോ, പ്രായമായ ആളാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, അതർ ജെൻഡേഴ്സ് ആരെങ്കിലും ആണോ, ഇങ്ങനെ എങ്ങനെ വന്നാലും അവരെ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ അവരെ നമ്മൾ എപ്പോഴും ഫോഴ്സ് ചെയ്ത് ഒരു കാര്യവും പറയിപ്പിക്കരുത്. അവർക്ക് അതിനുള്ള ടൈം കൊടുക്കുക. പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അവർക്ക് ഡിസ്ട്രാക്ഷൻ, പുറത്തു നിന്നുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത് ഏറ്റവും കുറവാകുന്ന രീതിയിലുള്ള ഒരു സ്ഥലം. പിന്നെ അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്. പിന്നെ അവരെ റെസ്പെക്ട് ചെയ്യുക. അവര് റൈറ്റ് ആയിട്ട് അവരുടെ ഓൺ ഡിസിഷൻസ് റൈറ്റ് ആയിട്ട് അവരെടുക്കുന്നതിന് അവരെ റെസ്പെക്ട് ചെയ്യുക. പിന്നെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മൾ വേറെ ആരുടെയെങ്കിലും കഥ പറയരുത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ വാച്ച് ഉണ്ടാകും, മൊബൈൽ ഉണ്ടാകും. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാച്ചിൽ നോക്കുക, മൊബൈൽ എടുത്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അപ്പൊ അവർക്ക് തോന്നും അവർ പറയണത് ഇൻട്രസ്റ്റ് ഇല്ല, അവർ പിന്നെ പറയാതെ വരും. പിന്നെ പ്രൈവസി, അതിനെ റെസ്പെക്ട് ചെയ്യുക. പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വയ്ക്കുക. ഓക്കെ, ഇനി അത് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ, അതായത് ഇപ്പൊ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവർക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം എന്ന് വിചാരിക്കും. അപ്പൊ എക്സ്പേർട്ട് ആയിട്ട്, നമുക്കിപ്പോ ആ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, നമ്മൾക്ക് അറിയില്ല ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുവാണ് ആൾക്ക് മെഡിക്കേഷന്റെ ആവശ്യമുണ്ട്, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ചിലപ്പോൾ മെഡിസിൻസ് എടുക്കേണ്ടി വരും. അങ്ങനെ വരുവാണെങ്കിൽ മാത്രം അവരോട് ചോദിച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ ടച്ച് ചെയ്യാതിരിക്കുക. കുട്ടികളാണ്, സ്ത്രീകളാണെങ്കിലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് ആവശ്യമല്ലെങ്കിൽ, കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവിടെ അത് ആവശ്യമല്ലെങ്കിലും അവിടെയും ടച്ച് ചെയ്യരുത്. ആ ആളുടെ അടുത്ത് തന്നെ ഇരിക്കാം, പക്ഷെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും വേണം. കാരണം അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വളരെ ലോ വോയിസിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ അത് കേൾക്കുകയും വേണം, ആളെ ശ്രദ്ധിക്കുകയും വേണമല്ലോ. പക്ഷെ എന്ന് കരുതിയിട്ട് ഒത്തിരി അങ്ങ് അടുത്ത് പോയി ചേർന്നിരിക്കുകയല്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഡിപ്പെൻഡ്, കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് അടുത്തിരിക്കാം, സ്ത്രീകളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അവരുടെ ഏജ്, ജെൻഡർ, കൾച്ചർ, ചില കൾച്ചറിലുള്ളവർക്ക് അങ്ങനെ അടുത്തേക്ക് വന്നിരിക്കുന്നതിനോട് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അതിനനുസരിച്ച്, പിന്നെ ജെൻഡറിനനുസരിച്ച് നമ്മൾ ഇരിക്കുന്നത് ശ്രദ്ധിക്കാം. ഞങ്ങളൊക്കെ ഇരിക്കാറ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 o'clock എന്നുള്ളൊരു മോഡലിലാണ് ഇരിക്കാറ്. 4 o'clock ആ നീഡിലിന്റെ ഹാൻഡിൽസ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ?
12 ഇങ്ങനെ വരും, പിന്നെ 4ന്റെ അങ്ങോട്ട് അല്ലെ. അപ്പൊ നമ്മൾ നേരെ നീലല്ല ഇരിക്കണത്. ഒരു അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരും. അതേസമയം ഇങ്ങനെ ആളിരിക്കുന്നു, നമ്മളിങ്ങനെ സൈഡിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ കുറെ കൂടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പോകുന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്നിട്ടും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളൊരു റൂമിനകത്ത് ഇരിക്കുവാണെങ്കിൽ അതിന്റെ ഡോറിനടുത്തായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഈ വ്യക്തിയെ ഡോറിനടുത്ത് ഇരുത്തരുത്, നമ്മളെ വേണം ആ ഡോറിനടുത്ത് ഇരിക്കാൻ. കാരണം വെച്ചാൽ പെട്ടെന്ന് ആള് വയലന്റ് ആവോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങി വേറൊരാളുടെ സഹായം ചോദിക്കാനായിട്ട് പറ്റണം. അതേസമയം ആളാണ് ഡോറിന്റെ അവിടെ ഇരിക്കണമെങ്കിൽ നമ്മളെ ക്രോസ് ചെയ്യോ ഡോർ അടയ്ക്കോ വല്ല ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. കാരണം പ്രൈവസി, കോൺഫിഡൻഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു റൂമിനകത്ത് ഇരുന്നായിരിക്കും സംസാരിക്കണല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ 4 o'clock എന്നുള്ള ഷേപ്പിലിരിക്കുക. ഡോറിന് അടുത്തായിട്ട് വേണം നമ്മളുടെ സ്പേസ് വരേണ്ടത്. നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു എമർജൻസിയിൽ ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അവര് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് കിട്ടണം, നമ്മൾ അവരെ നല്ലപോലെ കേൾക്കുന്നു എന്നുള്ളത്. സംടൈംസ് നമുക്ക് അതിനുള്ള ചില റെസ്പോൺസ് കൊടുക്കാം, ഓക്കെ അല്ലെങ്കിൽ തലയിങ്ങനെ കൊടുക്കാം. നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, സംസാരിക്കുന്ന മുഴുവനും അവരായിരിക്കും ഒക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. നമ്മളൊന്നും മിണ്ടാതെ ഇരിക്കരുത്. ബി പേഷ്യന്റ് ആൻഡ് കാം. നമ്മൾ വളരെ പേഷ്യന്റ് ആയിട്ടും കാമായിട്ടിരിക്കും. ചിലപ്പോൾ പറയുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത പലതും അതിനകത്ത് കാണുമായിരിക്കും. നമുക്ക് ദേഷ്യം വരുടെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്കത് വളരെ പേഷ്യന്റ് ആയിട്ടും കാമായിട്ടും നമുക്ക് അത് കാണാം, കേൾക്കാം. പിന്നെ നമ്മളെപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ പറയണം, എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ പക്ഷെ കണ്ടുപിടുന്ന അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ അവരോട് പറയണം. ഇതുപോലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങനെ വന്ന സമയത്ത് ഞങ്ങളൊരു ഏജൻസിയിൽ ഇങ്ങനെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ അവിടെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്നതിന് എങ്ങാണ് കേട്ടോ 30+ അത്രേ ഉണ്ടാവുള്ളൂ, ചെറിയ കുട്ടികളാണ്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് ഫോൺ ചെയ്തിരുന്നു ആദ്യം. ആ ഫോൺ ചെയ്ത് എന്റെ കൂടെ ഒരു റിട്ടയർഡ് ടീച്ചറായിരുന്നു. ആ ടീച്ചറോട് ആദ്യം ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, അവരുടെ ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു. അപ്പൊ ടീച്ചർക്ക് ഹസ്ബൻഡാണ് പറഞ്ഞത്, ഹസ്ബൻഡിനെ കുറിച്ച് ഒരു ധാരണയുണ്ടായി, പെൺകുട്ടിയെ കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവര് വന്നപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ ഹസ്ബൻഡ് ആദ്യം കടന്നു വന്നു, വൈഫ് വന്നു. അപ്പൊ നമുക്കവിടെ 2 റൂംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ടീച്ചർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ആ കുട്ടിയെ വിളിച്ച് അകത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ വിളിച്ച് അകത്തേക്ക് പോയി സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോ അതിന്റെ ഫേസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നെ അതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി കേട്ടോ. പക്ഷെ ഒരു 2.5 മണിക്കൂർ ആ കുട്ടി സംസാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട്. അതിന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ചെറിയപ്പം തുടങ്ങിയിട്ട് അത് പഠിക്കുന്ന സമയത്തെ കാര്യങ്ങൾ, മാരേജിന്റെ ടൈമിലെ കാര്യങ്ങൾ, മാരേജ് അന്ന് വരെയുള്ള വേണമെങ്കിൽ അന്ന് രാവിലെ വരെയുള്ള കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിരുന്നു. ഞാൻ എല്ലാം ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടു. പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് ഈ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ആസ്വദിച്ച ഒരു കറുത്ത പൊട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും അടയാളങ്ങളൊന്നും എന്റെ ഫേസിലില്ല. ഈ മൂക്കൂത്തിയും കറുത്ത പൊട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കുട്ടി എല്ലാം കഴിഞ്ഞ് എന്നോട് പറയും കേട്ടോ, അതിന് ഭയങ്കര സമാധാനമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പൊ ഇപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമായി, എനിക്ക് എന്റെ ഫാമിലി മതി. അതിനെന്തോ പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്ന ആരുമായിട്ട് വീണ്ടും നമുക്കറിയാലോ റീയൂണിയനൊക്കെ വരുമ്പോഴേക്കും ഒരു കണക്ഷൻ വരുമല്ലോ. അപ്പൊ അങ്ങനെ അതായിരുന്നു അവരുടെ ഒരു പ്രശ്നം തോന്നുന്നു. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആദ്യം കേറി വന്നപ്പോ ആ കുട്ടിയുടെ ബിലീഫ് അനുസരിച്ച് ആ കുട്ടി യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറും പുട്ട് വെച്ചിട്ടില്ല. അപ്പൊ ആ കുട്ടിക്ക് അത് നേരിട്ട് എന്നോട് പറഞ്ഞതാ, എന്റെ പൊട്ട് കണ്ടുകൊണ്ട് അതിന് എന്നോട് സംസാരിക്കാനേ തോന്നിയില്ല. ആ ടീച്ചറുടെ അടുത്ത് ആൾക്കൊരു കംഫർട്ടബിൾ തോന്നിയതാ. പക്ഷെ തുറന്നു പറഞ്ഞില്ല. ഇനീഷ്യലി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ടീച്ചറോട് സംസാരിക്കാൻ പറഞ്ഞേനെ.
പക്ഷെ ഇതിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് ഞാൻ കയറി വന്നപ്പോ എന്റെ ഫീൽ അതായിരുന്നു. പക്ഷെ എനിക്ക് മാമിനെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. എന്നെ ഇത്ര നേരം കേട്ടിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് പോയത്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാർ എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോ നമ്മളോട് ഒരു അനിഷ്ടം തോന്നിയിട്ടുണ്ടാവും. ബട്ട് അവർക്ക് അങ്ങനെ അനിഷ്ടം തോന്നി എന്ന് കരുതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരോടും വളരെ റൂഡായിട്ട് പെരുമാറുക എന്നുള്ളതല്ലല്ലോ. നമ്മുടെ ജോലി എന്താ? അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ആ കുട്ടിയെ ഞാൻ വളരെ ശ്രദ്ധിച്ച് അത് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടു. അത് ചില കാര്യങ്ങൾക്ക് അഭിപ്രായം അതൊന്നും എനിക്ക് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അതുവരെ അത് പറയുന്ന മുഴുവൻ ഞാൻ ക്ഷമയോടെ കേൾക്കുമായിരുന്നു. ഞാൻ ശരിക്കും ആ സമയം നോക്കാൻ കാരണം ഇത് അവര് വന്നു കയറിയ സമയം നമുക്കറിയാം. നമുക്ക് സമയം അവിടെ നോട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ സമയം നോക്കി, അതുകൊണ്ട് ഞാൻ കറക്റ്റ് പറഞ്ഞത് 2.5 മണിക്കൂർ എന്നുള്ളത്. ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. അവര് നല്ല ഹാപ്പിയായി ജീവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവും ആ ഒരു അവര് നമ്മളെ മുൻവിധിയോട് കാണും. പക്ഷെ എന്ന് കരുതി നമ്മൾ തിരിച്ചവരെ മുൻവിധിയോട് കാണാൻ. പിന്നെ അവര് ചില സമയത്ത് സംസാരിക്കാതെ കുറെ നേരം സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അലൗത് അവര് ഇരുന്നോട്ടെ. ചിലപ്പോൾ അവർക്ക് കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരിക്കണം തോന്നിക്കാണും. നമ്മൾ അവരെ നിർബന്ധിക്കരുത്. പറയൂ 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 നിർബന്ധിക്കരുത്. പിന്നെ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് അവരിലേക്ക് പോകരുത്. അതായത് ലൈക്ക് ഒരിക്കലും അവരെ വട്ടുണ്ടോ, എന്താ ഭ്രാന്താണോ, ആ രീതിയിലൊന്നും നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമായിരിക്കും. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അവരത്രയും മെന്റലി ഡിസ്റ്റോർട്ടഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ടോക്ക് ഒന്നും നമ്മൾ ചെയ്യരുത്. പിന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുകയും ചെയ്യരുത്. നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് അറിയില്ല കേട്ടോ, അത് നമ്മൾ തുറന്നു പറയുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡ്രസ് കോഡ് ഭയങ്കരമായിട്ട് കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ ഡ്രസ്സ് ചെയ്ത് ആ രീതിയിൽ ഒരിക്കലും സിമ്പിൾ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം ഡ്രസ്സ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നല്ല ക്ലിയർ ആയിരിക്കണം, അവർക്ക് മനസ്സിലാകണം. കൊളോക്കിയലി നമ്മൾ സംസാരിക്കരുത്. ചില സമയത്ത് സ്ത്രീകൾക്ക് പൊതുവെ സ്ത്രീകൾ തന്നെ കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ ആ രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു, ടച്ച് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ നമ്മളത് ചെയ്യരുത്. പിന്നെ പല റിലീജിയനിലും ബിലീഫും പല പൊളിറ്റിക്കൽ വ്യൂസും ഉള്ള ആൾക്കാരായിരിക്കും ഒരു പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്നത്. അവരൊരു പക്ഷെ സംസാരിക്കുമ്പോൾ അവരുടെ റിലീജിയൻ ബിലീഫിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ വ്യൂസ് പറയാം. ഒരു പക്ഷെ അവർ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കാം നമ്മുടെ വ്യൂസും നമ്മുടെ ബിലീഫും എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ അവരുമായിട്ട് തർക്കിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു വ്യക്തിയെ ആ ഒരു രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾക്ക് അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് ആളുകളെ ശ്രദ്ധിക്കാനും അവരെ കേൾക്കാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നത്. അതേസമയം നമ്മുടെ ബിലീഫ്, നമ്മളുടെ പൊളിറ്റിക്കൽ വ്യൂസ്, നമ്മളുടെ റിലീജിയൻ അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തികളെയും സപ്പോർട്ട് ചെയ്യാനോ കേൾക്കാനോ നമുക്ക് സാധിക്കില്ല. എല്ലാത്തിന്റെയും അന്തസത്ത, എല്ലാത്തിന്റെയും മൂല്യങ്ങൾ, വാല്യൂസ് സെയിം ആണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഏതൊരു മനുഷ്യൻ എന്ത് പറയുമ്പോഴും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് തർക്കങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കഥയാണ്. അവര് ഹിന്ദുസ് കേട്ടോ. അപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അതും ഹസ്ബൻഡും അവർക്ക് ചെറിയൊരു അസ്വസ്ഥത വന്നപ്പോൾ അവരെ ഒന്ന് കേൾക്കാൻ ഒരാളെ വേണം. അങ്ങനെയുള്ള രീതിയിൽ അവർ സംസാരിക്കാനായിട്ട് ചെന്നു. അദ്ദേഹം വളരെ ഫേമസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നത്. അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ബിലീഫ് വെച്ചിട്ട് അദ്ദേഹം ഇവരോട് പറയുവാണ്, ഇവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ്, ലൈഫിൽ അവർക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ്. അപ്പൊ അങ്ങനെ വന്നപ്പോ പുള്ളി പറഞ്ഞു, നിങ്ങൾ ധ്യാനത്തിന് പോകും എന്ന് പറഞ്ഞു കേട്ടോ. അവർക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈവൻ ഇപ്പോ ആ വന്ന, അതായത് സംസാരിക്കാൻ വന്നവര് ഈ ഒരു പ്രൊഫഷണൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എനിക്ക് ഇതിന് പോവാൻ താല്പര്യമുണ്ട് എന്ന് പറയുവാണെങ്കിൽ യെസ്, നിങ്ങൾക്കത് സമാധാനം തരുന്നെങ്കിൽ നിങ്ങൾക്ക് പോവാം, അത് വേറെയാണ്.
അങ്ങനെ പറയുന്ന വേറെ ആണല്ലേ. ഇവരോട് അങ്ങോട്ട് പറയുവാണ് നിങ്ങള് ധ്യാനത്തിന് പോകാൻ. അവര് വിശ്വസിക്കുന്ന ഒരു ബിലീഫ് വെച്ചിട്ട് അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം അവർ പിന്നീട് അവിടെ പോയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടന്നൊരു റോങ് മെസ്സേജ് ആയി പോയി അല്ലെ. ഇപ്പൊ വരുന്നവര് പറയുവാണ് എനിക്ക് സമാധാനം കിട്ടാൻ എവിടെയെങ്കിലും ഒന്ന് പ്രെയർ ഗ്രൂപ്പിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോകണം, എനിക്ക് പിൽഗ്രിമേജിന് പോകണം, അല്ലെങ്കിൽ ധ്യാനത്തിന് പോകണം എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയി തോന്നുന്നത് അതിന് നിങ്ങൾ പോകൂ. അതും അങ്ങനെ നമ്മൾ ജനറലി പറയാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ പിക്ക് ചെയ്തൊരെണ്ണം ഇവിടെ പോയാൽ മതി എന്ന് പറയുന്നതും ഒരുപക്ഷെ അവർക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു PFA നമ്മൾ കൊടുക്കുമ്പോൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്, ആ മുന്നിൽ വരുന്ന വ്യക്തിയെ സച്ച് അതുപോലെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അയാൾക്ക് കുറേ ഫ്ലോസ് ഉണ്ടാവും, കുറേ കുറവുകൾ ഉണ്ടാവും. അയാൾ പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ഉൾക്കൊള്ളാൻ, ആസ് എ പേഴ്സൺ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തായിരിക്കും. പക്ഷേ നമ്മളത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ വയലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതിപ്പോ അവർക്ക് ഉപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പൊസിഷൻ അതാണ്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, നമ്മുടെ ഡോറിന്റെ അടുത്തായിരിക്കണം, നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരാളുടെ ഹെൽപ്പ്. കാരണം ഇങ്ങനെ നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ എന്തായാലും നമ്മുടെ കൂടെ വേറെയും നമ്മുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന പല വോളണ്ടിയേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അടുത്ത ആളെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരിക്കണം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഇതിന്റെ PFയുടെ ആക്ഷൻ പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങൾക്ക് വന്നോ, ക്ലാസ് റൂമിൽ വന്നോ PDF? എന്നിട്ടുണ്ടോ? കുറെ ഉണ്ട്. ഏതോ ഡിഗ്രി ലെവൽ അവരുടെ ഒരു PDF ആണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കൂ. സമയം കിട്ടുമ്പോൾ മുഴുവൻ വായിച്ചു കേട്ടോ. ആക്ഷൻ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ആക്ഷൻ പ്രിൻസിപ്പിൾസില് 3 പ്രിൻസിപ്പിൾസ് ആണ്. ലുക്ക്, ലിസൺ, ലുക്ക്, ലിങ്ക്. അതായത് അവരെ കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തിലേക്കൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പിന്നെ കണക്ട് ചെയ്യുക. ഈ 3. ലുക്ക് അതായത് സേഫ്റ്റി. നമുക്കറിയാം പലപ്പോഴും പല പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളാണ്. അവരുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്, അവർക്ക് സേഫ് ആയിട്ട് പ്ലേസിലേക്ക് അവരെ മാറ്റണം, അവരെ സെക്യൂർ ആക്കുക, കാമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലുക്കിൽ വരും. സേഫ്റ്റി, ബേസിക് നീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ പ്രശ്നത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കേൾക്കുക, അവരെ കേൾക്കുക. പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താണ് അവർക്ക് ആ സമയത്ത് ആവശ്യമുള്ളത്, അത് ചില സമയത്ത് ചിലരിങ്ങനെ സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇങ്ങനെ ബ്രീത്ത് ഇതായിട്ട് നിൽക്കും. നമുക്ക് വാട്ടർ ഓഫർ ചെയ്യാം. അപ്പൊ ഒരു വാട്ടർ ബോട്ടിൽ അവിടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കണം. അതിനൊരു സേഫർ പ്ലേസിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സപ്പോർട്ട് എന്തൊക്കെയാണോ അതിലേക്കൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇൻഫർമേഷൻസ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കുറെ കാര്യങ്ങളായിരുന്നു PFയിൽ വരുന്നത്. അപ്പൊ കുറെയൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾ അതിനകത്ത് വായിച്ചു നോക്കുക. നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്. അതിന്റെ 7 തീംസ്. ലോങ് റിക്കവറി വരുമ്പോൾ ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ലിങ്ക്, കണക്ട്, 3 പ്രിൻസിപ്പിൾസ്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ PFA കൊടുക്കുന്ന സമയത്ത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിള് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതും ചെയ്യാൻ പാടില്ലാത്തതും, പിന്നെ എങ്ങനെയുള്ള ആളുകൾക്കാണ് PFA കൊടുക്കേണ്ടത്. PFA അതായത് അങ്ങനെയുള്ള ആളുകൾ, ഇപ്പൊ വളരെ പ്രശ്നത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത്രയുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് 7 തീംസ്. പിന്നെ ലോങ് ടേം റിക്കവറിക്ക് വേണ്ടുന്ന റിക്കവറി ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. പിന്നെ PFA ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മൾ എങ്ങനെയായിരിക്കണം. അതായത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ തന്നിട്ടുണ്ട്. PFA ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എങ്ങനെയുള്ള ആളുകൾക്കാണ് PFA പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കണക്ട്, ലിങ്ക്, ലുക്ക്, അങ്ങനെ അതില്ലേ പ്രിൻസിപ്പിൾസ്.
ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കി നിങ്ങൾ വായിച്ചോളൂ, കുറെ പോയിന്റ്സ് വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കപ്പോ നമ്മളുടെ മുന്നിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. കുട്ടിയാണെങ്കിലും ഒരു കൗമാരക്കാരനാണെങ്കിലും പ്രായമായ ഒരാളാണെങ്കിലും വല്ലാതെ ഒരു അസുഖം ബാധിച്ച് ഭയങ്കര ടയേർഡായിട്ടുള്ള ഒരാളാണെങ്കിലും ഒക്കെ, ഒരു ലോസ് സംഭവിച്ച ഒരാളാണെങ്കിൽ, അത് ജോലി നഷ്ടപ്പെട്ട ഒരാള്, ഇവരൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ, നമുക്കത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കൂടെ ഞാൻ ഈ PFAയും കൂടെ ചേർത്ത് പറഞ്ഞു. പുതിയ ടെക്സ്റ്റുകളിൽ ഇതിന്റെ കണ്ടന്റ് എന്തായാലും വരും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമുക്കപ്പോ പാർട്ട് 1 കംപ്ലീറ്റ് ആയല്ലേ. പാർട്ട് 2 ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ ഒന്നും. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ ലാസ്റ്റ് ചെയ്തത്. പാർട്ട് 1 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാത്രമാണോ ഞാൻ എടുത്തത്? അതിന് മുമ്പ് ഏതെങ്കിലും ലെസൺ എടുത്തിരുന്നോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഞാനായിരുന്നോ? മറന്നുപോയി, നോക്കണം, അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ? എല്ലാവരും ഉറങ്ങിപ്പോയോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ മിസ് ആണ് എടുത്തത്. പാർട്ട് 1 ഞാൻ ഈ 2 ലെസൺസ് ആണ് എടുത്തത്. അതെ. മോക്ക് ടെസ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ഒരു ടേം എക്സാം ഉണ്ടായിരിക്കും. അതൊക്കെ പറഞ്ഞു തന്നിരുന്നോ മിസ്? പറഞ്ഞിരുന്നോ? അപർണ മിസ്സോ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നോ? ഇല്ലല്ലോ. അതായത് നമുക്ക് മോഡ്യൂൾ 1 4 പാർട്സ് ആണുള്ളത്. അതില് പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടേം എക്സാം ഉണ്ടാകും. നിങ്ങൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റിന്റെ അതേ മോഡൽ തന്നെയായിരിക്കും. MCQ ആയിരിക്കും. 50 ക്വസ്റ്റ്യൻ ആണ്. 50 ക്വസ്റ്റ്യനില് 40 ക്വസ്റ്റ്യൻ പാർട്ട് 1 and 2ൽ നിന്ന്, അതായത് മോണ്ടിസോറി പാർട്ടിൽ നിന്ന്. ബാക്കി 10 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡ്യൂൾ 2 ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ക്ലിയർ ആയോ? 40 ക്വസ്റ്റ്യൻ പാർട്ട് 1 and 2ൽ നിന്ന്, 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ഇനി ഒരു 50 ക്വസ്റ്റ്യൻ അപ്പൊ ടോട്ടൽ, ഓരോന്നിനും മാർക്ക് 2 മാർക്സ് ഈച്ച് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 100 മാർക്സ്. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. ഓപ്ഷൻ നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പാർട്ട് 3ഉം 4ഉം വീണ്ടും ഇതുപോലെ തന്നെ ടേം 2 എക്സാം, അതായത് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും 40 ക്വസ്റ്റ്യൻസ് ഫ്രം 3 and 4, 10 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ്. അതും 2 മാർക്സ് ഈച്ച് ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ഇനി ഈ നമ്മള് പാർട്ട് 2ലാണ് ടീച്ചേഴ്സ് എടുത്തോണ്ടിരിക്കുന്നത്. പാർട്ട് 3 ആണ് നമ്മുടെ കോർ ടോപ്പിക്, അതായത് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പാർട്ട് 3 തുടങ്ങുമ്പോൾ തന്നെ, അതായത് മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി വരുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽസ്. ആരെങ്കിലും അതെടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? മോഡ്യൂൾ 3 മോഡ്യൂൾ 3ക്ക് എക്സാം ഇല്ല, തിയറി എക്സാം ഇല്ല. അത് പ്രാക്ടിക്കൽസ് ആണ്. മോണ്ടിസോറി അപ്പാരറ്റസ്, മറിയ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, അതായത് ക്ലാസ് റൂമുകൾ ഉണ്ടല്ലോ. നമ്മള് സാധാരണ സ്കൂളിന്റെ ക്ലാസ് റൂം എന്ന് പറയുന്ന പോലെ മറിയ മോണ്ടിസോറിക്ക് ക്ലാസ് റൂമെന്നോ സ്കൂളിന്നോ ഒന്നും പറയാൻ ഇഷ്ടമുണ്ടായില്ലേ. അവരതിന് പകരം പറഞ്ഞത്, സ്കൂളിന് പകരം അവരിട്ട പേര്, ആദ്യമായിട്ട് തുടങ്ങിയ സ്കൂളിന് അവരിട്ട പേര് കാസ ഡെ ബാംബിനി എന്നായിരുന്നു. അതൊരു ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. ഓക്കെ, അതിലെ ക്ലാസ് റൂം ആയിട്ടില്ല, എല്ലാം ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. പല ഏരിയയും വരാന്തകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അകത്തെ ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട്, ഔട്ട്ഡോറിലേക്ക് പോകാനും നല്ല വരാന്തകൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് അതിലൂടെ നടക്കാം. അടച്ചു വെച്ച ക്ലാസ് റൂമുകളൊന്നും ഇല്ല. അപ്പൊ അതിനെ അവര് വിളിച്ചത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നായിരുന്നു. കുഞ്ഞുങ്ങളെ ഡെവലപ്മെന്റിന് ഇതുപോലൊരു എൻവയോൺമെന്റ് വേണം എന്ന് പറഞ്ഞാണ് അവരത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ്, മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ പാർട്ട് 3യിലൂടെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും.
അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം മെത്തേഡ് അറിഞ്ഞ് പ്രാക്ടിക്കൽസ് ചെയ്ത് ഒക്കെ വരുമ്പോഴേക്കും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരിടത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്താണ് മെത്തേഡ്, എന്താണ് പ്രാക്ടിക്കൽസിലുള്ളത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ ചില സ്കൂളുകാർ ചോദിക്കും. അപ്പൊ നമ്മൾ മെറ്റീരിയൽ, അപ്പൊ അതുകൊണ്ട് ഇനീഷ്യലി തരുന്ന വർക്കുകളെല്ലാം പെൻഡിങ് ഇല്ലാതെ വേഗം ചെയ്ത് തീർത്തോളൂ കേട്ടോ. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത്. അപ്പൊ ഈ പ്രാക്ടിക്കൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈവ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ 2-3 ബാച്ചുകൾക്ക് നമ്മൾ സാധാരണ തിയറി കഴിയുമ്പോഴാണ് വൈവ. പക്ഷെ തിയറി കഴിഞ്ഞ് പ്രാക്ടിക്കൽസും കഴിഞ്ഞ് വൈവ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഡിലേ ആകുന്നു. ഡിലേ ആകുന്നു പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് സമയത്ത് ഈ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യണമല്ലോ. എന്നാലല്ലേ നമുക്കൊരു ജോബിന് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്ന ജോബിന് നമുക്കിത് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിലേ ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ചെയ്യേണ്ട വർക്കുകളൊക്കെ അങ്ങനെ ചെയ്ത് പോവുക. ദിവസം ഒരു 20 to 30 minutes ഒക്കെ സ്പെയർ ചെയ്യാമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിലെ കുട്ടികളെയൊക്കെ കൂടെ ചേർത്തിട്ട് എല്ലാവരും കൂടി ഇന്ന് ചെയ്യും കേട്ടോ. അപ്പൊ തന്നിട്ടുള്ള അസൈൻമെന്റ്സ് ആക്ടിവിറ്റീസ് ഒന്ന് പറയാമോ? അറിഞ്ഞുപോയോ? ഏതൊക്കെ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഏതൊക്കെ ആക്ടിവിറ്റീസ് കിട്ടിയിട്ടുണ്ട്? റെക്കോർഡ് എഴുതാനായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? പറയാമോ? റെക്കോർഡ് തന്നിട്ടില്ല, അസൈൻമെന്റ് ആക്ടിവിറ്റീസ് തന്നിട്ടുള്ളത്. എങ്ങനെയാ മാം, എല്ലാരും തന്നത് പറയണോ അതോ മാമിന്റെ മാത്രമാണോ? എനിക്ക് പറഞ്ഞാൽ മതി. കാരണം എനിക്കിപ്പോ ഞാൻ എന്ത് തരാത്തത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ എന്റെ മാത്രം അറിഞ്ഞാൽ ബാക്കി ടീച്ചേഴ്സ്. അസൈൻമെന്റ് അശ്വതി മാം കലോറി ചാർട്ടും വൈറ്റമിൻസ് കളക്റ്റും ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, പിന്നെ വന്നിട്ട് ഡയറ്റ് ചാർട്ട് ഒന്ന് നോക്കട്ടെ മാം. പിന്നെ ആക്ടിവിറ്റീസ് വന്നിട്ട് മറ്റേ ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട്, പിന്നെ നമ്പർ വീല്, ആൽഫബറ്റ് മറ്റേ പിക്ചർ വീൽ എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജിഷ മാമിന്റെ ഇതിൽ ആക്ടിവിറ്റീസ് ഹാൻഡ് വാഷ് ടെക്നിക്ക്, പിന്നെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, പിന്നെ ഡയറ്റ് ചാർട്ട്, പോസ്റ്റർ, ഇത്രയാണ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ലിസ്റ്റ് ആയിട്ടൊന്ന് നിങ്ങൾക്ക് തന്നിട്ട് ഞാന് നിങ്ങളോട് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ലെറ്റേഴ്സും നമ്പേഴ്സും ചെയ്യാൻ പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തന്നിരുന്നു. കാണിച്ചു. അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു, ലൈവ് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്തു. പിന്നെ വേർഡ് റീഡിംഗ് കാർഡ് ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ല. നമ്മളുടെ കൊച്ചു കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വേണം വേർഡ് റീഡിംഗ് കാർഡ്. ഈ ഒരു നല്ല വലിപ്പത്തിൽ, അതായത് അവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതിന്റെ എല്ലാ ലെറ്റേഴ്സും അവർക്ക് കിട്ടണം. കാരണം നമ്മളിപ്പോ ഒരു ബെഞ്ചിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുവാണല്ലോ, എല്ലാരെയും കാണിക്കണമെങ്കിൽ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കാണിക്കണല്ലോ. അപ്പൊ ചെറുതായിട്ട് എഴുതരുത്, അതിനനുസരിച്ച് ഒരു വലിപ്പത്തിൽ എഴുതണം. അപ്പോൾ ഒരു വേർഡ് റീഡിംഗ് കാർഡ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യും. ഞാനിപ്പോ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട്, അത് മാർക്കർ പെൻ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. മാർക്കർ പെൻ വെച്ച് എഴുതിയിട്ട് ബാക്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ബോർഡുകൾ, കാർഡ്ബോർഡ് പോലത്തെ കിട്ടുമല്ലോ, അങ്ങനെ ഈ പ്രിന്ററിലേക്ക് എന്തോ ഒരു പേപ്പർ എന്തോ വാങ്ങിച്ചതിന്റെ ഒരു കട്ടിയുള്ള ഭാഗമായിരുന്നു. അല്ലെങ്കിൽ പേപ്പർ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കയ്യിലൊക്കെ പിടിക്കാനൊക്കെ ചോദിക്കുമ്പോൾ കീറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാവുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് വെക്കാം, നാശാവില്ല. അപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. വേർഡ് റീഡിംഗ് കാർഡ് ഇതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള, കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ വേർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ചെയ്യുക. എത്ര വേർഡ്സ് ചെയ്യണം? ഇതിപ്പോ തൽക്കാലം നിങ്ങള് ഒരു മിനിമം ഒരു 5 വേർഡ്സ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴേ ഒരു 20 കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ചിലപ്പോ ഓരോ കാർഡ് വെച്ച് വേണം, നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, കുട്ടികളല്ലേ. അതില് പിക്ചർ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും? അതാണ് നെക്സ്റ്റ് പറയാൻ വരുന്നത്. അതായത് പിക്ചർ റീഡിംഗ് കാർഡ്സ്, അതായത് മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത 2-3 മെറ്റീരിയൽസ് ആണ് ഇത്. അതിൽ ഒന്നാണ് നിങ്ങൾ ചെയ്ത സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്.
പിന്നെ ഒരെണ്ണം മലയാളം മോണ്ടിസോറി ലാംഗ്വേജ് വേണ്ടി ചെയ്തതാണ് വേർഡ് റീഡിംഗ് കാർഡ്. പിന്നെ ചെയ്തതാണ് പിക്ചർ റീഡിംഗ് കാർഡ്. കുറച്ചുകൂടെ വലുപ്പം ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ, എന്റെ ഇത്തിരി ചെറുതായിട്ട്. ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, ഇപ്പം എലിഫന്റ് ഇപ്പൊ വേർഡ് എഴുതിയല്ലോ, ഇതിന്റെ ബാക്കിൽ എലിഫന്റിന്റെ പിക്ചർ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എപ്പോഴും പിന്നെ ചില കുട്ടികൾ ചോദിച്ചു, ഒന്ന് ബാക്കിൽ എഴുതിയിട്ട് വേറൊന്നും ഒന്ന് ഫ്രണ്ടില് വേറൊന്ന് ബാക്കിൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മള് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് കൺഫ്യൂസ് ദ കിഡ്സ്. കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കരുത്. ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ അസ് അഡൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിരിക്കും അത്, പക്ഷെ കുട്ടികൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആക്ച്വലി ഉള്ള മോണ്ടിസോറി മെത്തേഡിലെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ റീഡിംഗ് കാർഡ്, വേർഡ് റീഡിംഗ് കാർഡ് മാത്രം, പിന്നെ പിക്ചർ റീഡിംഗ് കാർഡ് അതുണ്ടാവും. പിന്നെ കളർ കാർഡും ഉണ്ടാക്കുക കേട്ടോ. കോമൺ ആയിട്ടുള്ള കുറെ കളേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, കളർ കാർഡ് ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കുക, അതിനെ കളർ ചെയ്യുക. അപ്പൊ ചില കുട്ടികൾ ചെയ്തു, കളർ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരു പ്രത്യേക ഷേപ്പില്, ഹാർട്ട് ഷേപ്പിലോ ഡയമണ്ട് ഷേപ്പിലോ ട്രയാങ്കിൾ ഷേപ്പിലോ സർക്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോ ഈ കളറിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, ബാക്ക്ഗ്രൗണ്ടിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്ത രീതിയിൽ വേണം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ. പിങ്കും ലൈറ്റ് ബ്ലൂ ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വൈറ്റ് ആയാലും നല്ലതായിരിക്കും, വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. വൈറ്റ് കളർ ചെയ്യാൻ വേറൊരു കളർ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്ക് ഫെമിലറൈസ് ആയിട്ടുള്ള കുറെ കളേഴ്സ് ഉണ്ടാവുമല്ലോ. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞേ? വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ് അല്ലെ? പിക്ചർ റീഡിംഗ് കാർഡ് ഇങ്ങനെ അവര് ഫെമിലിയർ ആയിട്ടുള്ള പല പിക്ചേഴ്സും അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു മിനിമം 5 ചെയ്താൽ മതി. ബട്ട് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും. വൈവ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു 4 pieces 5 pieces ദാറ്റ് ഇസ് ഇനഫ്, കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. വൈവയ്ക്ക് ഉദ്ദേശിച്ചല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് ചെയ്യും. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അവരുമായിട്ട് ചേർന്നിരുന്ന് നമ്മൾ ചെയ്യുക, അവരെ ഏൽപ്പിച്ചിട്ട് പോവല്ല. നമ്മൾ എല്ലാവരും കൂടെ വീട്ടിലുള്ള, അപ്പൊ വീട്ടിലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിന്, ആ ഒരു എൻവയോൺമെന്റ് മാറ്റം വരും. പിന്നെ നമുക്ക് അറിയാം, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പഴയ സോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ഞാൻ കാണിച്ചു തരുന്നോ? പഴയ സോക്സ് കൊണ്ട് നമുക്ക് സ്നേക്കിനെ ഉണ്ടാക്കാം, വളരെ ഈസിയാ. അപ്പൊ ഞാനത് അന്ന് എന്റെ മോന്റെ ഒരു വൈറ്റ് സോക്സ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണേ. എന്നിട്ട് നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലൊക്കെ കണ്ടോ ഐസ് കണ്ടോ, ഗൂഗിളി ഐസ്. ഓക്കെ. പിന്നെ ഇത് സാറ്റിൻ റിബൺ ആണ്, റെഡ് കളർ. ഈ സ്നേക്ക് അപ്പിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നാക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇടുമല്ലോ. ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനത്തെ കാര്യമൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ റിബൺ ഇവിടെ ഞാൻ സ്റ്റേപ്ലർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ നമ്മളുടെ കൈയുടെ മൂവ്മെന്റ്സിനനുസരിച്ച് ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കഥയൊക്കെ നെറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സ്നേക്ക് ക്യാരക്ടറായിട്ട് വരുന്ന കഥയൊക്കെ നെറേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ സ്നേക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ചില ബാച്ചിലെ കുട്ടികൾ ഇതുകൊണ്ട് റാബിറ്റ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. എനിക്കത് എങ്ങനെയാന്ന് അറിയില്ല റാബിറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ബ്ലോക്ക് സ്പഞ്ച് ഇല്ലേ, മനസ്സിലായില്ലേ? ബ്ലോക്ക് സ്പഞ്ച് ഒക്കെ വാങ്ങാൻ കിട്ടില്ലേ, അത് വെച്ചിട്ട് ടെഡി ബെയറിനൊക്കെ ഉണ്ടാക്കില്ലേ. ആ മൂക്കിന്റെ പോലത്തേക്ക് ഒരു ബട്ടൺ ഒക്കെ കിട്ടിയാൽ മതി ബ്ലാക്ക് കളറിൽ. പിന്നെ ഈ സ്നേക്ക് ഉണ്ടാക്കിയപ്പോ വേറൊരു രീതിയിലും കൂടെ സ്നേക്ക് ഉണ്ടാക്കി, അത് കാണിച്ചു തരാം. അത് ഞാനിപ്പോ ആ സ്നേക്ക് കയ്യിലിട്ടപ്പോ നിങ്ങൾക്ക് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഒരു ഭാഗല്ലേ, പിന്നെ ഈ നാക്ക് വെക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പെറ്റൽ ഷേപ്പില്, ആ സോക്സിന്റെ വലുപ്പം അനുസരിച്ച് ഒരു പെറ്റൽ ഷേപ്പിൽ ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ കാർഡ് ബോർഡ് സോക്സിനകത്തേക്ക് വെച്ചു. അകത്തേക്ക് വെച്ചിട്ട് അതിന്റെ എഡ്ജസ് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഇതിന്റെ കണ്ണൊക്കെ പോയിട്ടോ, ഒട്ടിച്ചൊക്കെ പോയി. നമ്മളിങ്ങനെ മടക്കുമ്പോ ആ സ്നേക്കിന്റെ എഫക്റ്റ് കുറച്ചുകൂടെ മറ്റേതിനേക്കാളും കിട്ടും. ആ ഹാർഡ് ബോർഡ് പീസ് അവിടെ ഇരിക്കുന്ന കാരണം നമ്മൾ മടക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ലൈവ് എഫക്റ്റ്, ഒരു കുറച്ചുകൂടെ കുട്ടികൾക്ക് അത് ക്ലിയർ ആകും. ഓക്കെ, മനസ്സിലായോ? ഇത് സോക്സിനകത്ത് വെച്ചിട്ട് നമ്മൾ എഡ്ജസ്, സോക്സിന്റെ വലിപ്പം അനുസരിച്ചുള്ള ബോർഡ് നമ്മൾ ഹാർഡ് ബോർഡ് പീസ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് എഡ്ജസ് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുക. ഹാൻഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പൊ അത് സെക്യൂർ അതിൻ്റെ ഉള്ളിൽ ഇരുന്നു അല്ലെ. എന്നിട്ട് റെഡ് കളറിലെ നാക്ക് അങ്ങനെയൊക്കെ കൊടുത്ത് കണ്ണ് ഗൂഗിളി ഐസ്, വലിയ വിലയില്ലാന്ന് തോന്നുന്നു ഗൂഗിളി ഐസ്, അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പഴയ ഡോളിന്നൊക്കെ കിട്ടുമായിരിക്കും ഐസ്, അതൊക്കെ സെലക്ട് ചെയ്യാം. ഗൂഗിളി ഐസ് ആവുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഒരു ജീവനം, ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് പേടി തോന്നില്ലായിരിക്കും, കഥയൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ പെപ്ഷോയോ അങ്ങനെ എന്തോ നടത്തില്ലേ, നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഇത് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ ആക്കി നമ്മള് കാര്യങ്ങള് വോയിസ് മോഡുലേഷൻ മാറ്റി നമുക്ക് പറയാലോ. അപ്പൊ ആ രീതിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ ഷോയൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. കുട്ടികൾക്കും കയ്യിലൊക്കെ ഇട്ട് നോക്കി ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബ്ലോക്ക് സ്പഞ്ച് വെച്ചിട്ട് ടെഡി ബെയർ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, അത് ചെയ്യാൻ പറ്റില്ലേ? പല ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ടല്ലോ. നമ്മുടെ വീട്ടില് മാത്സ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരത് നല്ലതായിട്ട് പറഞ്ഞു തരും. അത് ശരി കളർഫുൾ ആയിട്ടൊന്ന് കൺസ്ട്രക്ട് ചെയ്യും. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളർ ട്രയാങ്കിൾസ് അല്ലേ. ഇത് തന്നെ നിങ്ങൾക്ക് സർക്കിൾ ചെയ്യാം, സ്ക്വയർ ചെയ്യാം, റെക്ടാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കാം, ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കാം, നോർമൽ ട്രയാങ്കിൾ. പിന്നെ ട്രയാങ്കിളിൽ തന്നെ പല പല ടൈപ്പ് ട്രയാങ്കിൾ ഉണ്ട്, അത് ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഇതൊക്കെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആണ്. നമുക്ക് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത എല്ലാ മെറ്റീരിയൽസും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട്. കാരണം മറിയ മോണ്ടിസോറി അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് വുഡ്, ഗ്ലാസ്, മെറ്റൽ, അതിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമ്മൾ അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കുന്നു. അതിൽ നമ്മൾ അവരുണ്ടാക്കിയ അതേ സാധനം എന്ന് പറയാൻ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ് ഒക്കെയാണ്. അപ്പൊ അത് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ട് പറ്റും. സാൻഡ് പേപ്പറിന് നിങ്ങൾക്ക് വാങ്ങിച്ചപ്പോൾ അറിയായിരിക്കും അല്ലെ, 15 രൂപ 20 രൂപ തോന്നും ഒരു A4 ഷീറ്റിന്. ഇനി സാൻഡ് പേപ്പർ വാങ്ങാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് പോയപ്പോ ഷോപ്പിൽ ചിലപ്പോ പല ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഒരു റഫ്നെസ് കൂടിയത്, റഫ്നെസ് കുറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ കാണും. അപ്പൊ നമുക്കൊരു A4 ഷീറ്റ് കിട്ടുവാണെങ്കിൽ ഒരു ടെക്സ്ചറിലെ, അങ്ങനെ നമുക്ക് 4 ടെക്സ്ചറിൽ വാങ്ങാൻ പറ്റുവാണെങ്കിൽ, എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധം പറയുന്നത് എത്രയും പേയ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട് 4 ആകുമ്പോൾ 80 രൂപ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ 4 ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സാൻഡ് പേപ്പറിനെ ഈക്വൽ ആയിട്ട് A4 ഷീറ്റ് അല്ലേ 4 6 പീസോ ആയിട്ട് കട്ട് ചെയ്യുക. എല്ലാം ഈക്വൽ ആയിട്ടിരിക്കണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഈക്വല് അതേ അളവിൽ തന്നെ ബാക്കി 3 ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പേഴ്സും കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ 4 ടെക്സ്ചറിലുള്ള കുറെ പീസസ് കിട്ടും. എന്നിട്ട് ഇതിനെ ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ടച്ച് ബോർഡ് അല്ലെങ്കിൽ ടച്ച് ടാബ്ലറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കും. അതായത് കുട്ടികളെ കണ്ണടപ്പിച്ച് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഒരേ ടെക്സ്ചറിലുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യിക്കാൻ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് ഒരേ ടെക്സ്ചറിലുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ടൊരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം. അവരുടെ കോൺസെൻട്രേഷൻ അത് കൂടും നല്ലപോലെ. അവർ കണ്ണടച്ചിട്ട് ആ ഒരു ടെക്സ്ചർ തൊട്ട് ഇങ്ങനെ മനസ്സിലാക്കി ആ ഒരേപോലുള്ളത്, ഇപ്പൊ 4 എണ്ണാണ് നമ്മൾ ഒരേപോലെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ആ 4 അവർ ഒരുമിച്ചാക്കും. അതുകൊണ്ടാ പറയുന്നത് കട്ട് ചെയ്യുമ്പോൾ ഒരേപോലെ വേണം. ഒട്ടിക്കുന്ന കാർഡ്ബോർഡ് എല്ലാം ഒരേപോലെ ഇരിക്കണം. കാണുമ്പോ എല്ലാം ഒന്നാന്ന് തോന്നുന്നു, പക്ഷെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും ഇവർക്ക് മനസ്സിലാകണം ആ ഒരു ഇത്. അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അവരുടെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന സെൻസോറിയൽ, അതായത് സെൻസസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണല്ലോ അപ്പാരറ്റസ് ആണ്. ഇതൊക്കെ ചെയ്ത് പോന്നോളൂ. റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർപ്പിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ റെക്കോർഡ് ഡീറ്റെയിൽസ് തരത്തേയുള്ളൂ. റെക്കോർഡും നമ്മൾ എഴുതി തുടങ്ങും. റെക്കോർഡിന്റെ PDF ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം. ക്വസ്റ്റ്യൻസ് ഈ 2 ലെസൺസിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചധികം കൂടെ എഴുതുന്നുണ്ട്. ഓൾറെഡി കയ്യിലുണ്ട്, ഒരു 5 or 6 ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ കൂടുതൽ തന്നാൽ ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചാൽ അതും കൂടെ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പനി പിടിച്ചു, ഞാൻ പറ്റിയത് ചുമയൊക്കെ ആയി, മാറിയിട്ടില്ല. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയണം കേട്ടോ റെക്കോർഡിന്റെ കാര്യം. കാരണം റെക്കോർഡ് ഡീറ്റെയിൽസ് കുറച്ച് സമയം എടുക്കും എന്നെ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Thank you so much for all your time today for Jisha ma'am and my dear friends. We all really appreciate your patience with our lessons. We are grateful for you. Thank you ma'am. Okay, bye, take care. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am.